ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം കോട്ടൺ ഫാബിൽ പോയിട്ട് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആദ്യം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ കാണാത്തവർ ഒന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വരൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷം കേട്ടാലോ. എല്ലാ വർഷവും ഓണത്തിന് തൊട്ട് മുമ്പായിട്ട് ഈ കോട്ടൺ ഫാബ് എന്നുള്ളത് കലൂർ സ്റ്റേഡിയത്തിൽ എന്തായാലും വരാറുണ്ട്. അത് വർഷങ്ങളായിട്ടുള്ള ശീലമാണ്. അതിൽ എല്ലാ വർഷവും പോകുന്നവരാണ് ഇവിടെ കൂടുതൽ കേട്ടോ. എറണാകുളംകാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിൽ എപ്പോഴും കാണുന്ന ഒരു ഷോപ്പാണ് ഈ ഒരു ഷോപ്പ്. ഓക്സിഡൈസ്ഡ് സിൽവർ പോലെയുള്ള കുറേ ഇങ്ങനത്തെ ജ്വല്ലറീസൊക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ എല്ലാ വർഷവും മുടങ്ങാതെ ഇത് പോയി ഞാൻ കാണാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. മുന്നത്തെ വർഷങ്ങളിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്തവണ കൂടുതലും അതിൻ്റെ കൂട്ടത്തിൽ കണ്ടത് നമ്മുടെ കടവള എന്നൊക്കെ പറയില്ലേ, നല്ല കട്ടിയുള്ള വളകളില്ലേ, അതുപോലെ കുറേ വളകളും പിന്നെ പാദസരങ്ങളുടെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ റേറ്റൊക്കെ ചോദിച്ചു. അപ്പം സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഏതാണ്ട് ഒരു 400 രൂപയൊക്കെയാണ്. അതിൽ നിന്ന് ഒരു 1000, 1600 രൂപയുടെ വരെ കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നത്തെ വർഷം വാങ്ങിച്ചത് വെച്ചിട്ട് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ്. നമ്മൾ വാങ്ങുമ്പോൾ നോക്കി വാങ്ങണം എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഹുക്കൊക്കെ നല്ലതാണോ, അതുപോലെ തന്നെ കളറൊന്നും പോയിട്ടില്ലോ ഇല്ല എന്നുള്ളതൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. ഞാനൊരു 4 വർഷം മുന്നേ ഇതുപോലെ തന്നെ വന്ന ഐസ് എക്സിബിഷനിൽ നിന്ന് വാങ്ങിച്ച സെയിം കടകൾ തന്നെയാണ് പിന്നെയും വരാറ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ യുണീക്കായിട്ടുള്ള ഡിസൈൻസ് നമുക്ക് കമ്മലിലോ അല്ലെങ്കിൽ തളയിലും മാലയിലും ഒക്കെ കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ യുണീക്ക് എന്നുള്ളത്. പിന്നെ മീനാക്കാരി പോലെയുള്ള ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ് ഇല്ലേ, അതൊക്കെ നമുക്ക് കുറേ നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുന്ന ടൈപ്പുള്ള ജ്വല്ലറീസ് ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കി വാങ്ങണം എന്നുള്ളത് മാത്രമാണ്. കുറച്ചെണ്ണത്തിനൊക്കെ കുറച്ച് വില കൂടുതലായിട്ട് ചിലപ്പം തോന്നിയേക്കാം, എനിക്കും തോന്നാറുണ്ട്. അങ്ങനെയുള്ളത് അവോയ്ഡ് ചെയ്യുക. റീസണബിൾ പ്രൈസ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ വാങ്ങിക്കുക. അതാണ് സാധാരണ എപ്പോഴും ഞാൻ ചെയ്യാറുള്ളത്. ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അത് ഓർത്തിട്ട് വേണം നിങ്ങൾ വാങ്ങാനായിട്ട്. ഇവിടെയുള്ള മിക്ക കടകളിലും അവർ പറയും എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ മെനക്കെട്ട് പോയി അതിൻ്റെ ബില്ലൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയി തിരിച്ചു കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അത് ചെയ്തിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുകയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അവർ പറയാറുണ്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് അത്രയും അറിയില്ല. ഇപ്പം നിങ്ങൾ കാണുന്നത് സെമി പ്രഷ്യസ് ജ്വല്ലറീസ് വിൽക്കുന്ന അല്ലെങ്കിൽ സ്റ്റോൺസ് വിൽക്കുന്ന ഒരു കടയാണ്. അതായത് ഇതിൻ്റെ ചെറിയൊരു സ്റ്റഡിന് തന്നെ നമുക്ക് ഏകദേശം ഒരു 400 ഒക്കെ ആയിരിക്കും സ്റ്റാർട്ടിങ്. ഇതിൻ്റെ അകത്ത് എഡി സ്റ്റോൺ, ക്രിസ്റ്റൽ, മൂൺ സ്റ്റോൺ, കോറൽസ് അതുപോലെ ഉള്ള പ്രഷ്യസ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഗോൾഡിൽ കെട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോണുകളാണ് ഇവിടെ വിൽക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒറിജിനലാണോ എന്ന് അറിയാവുന്നവർ മാത്രം ഇവിടെ നിന്ന് വാങ്ങണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്കിതിനെക്കുറിച്ച് അത്രയും അറിയില്ല. എനിക്ക് ആപ്പടെ പേളിനെ കുറിച്ച് എനിക്കറിയാം. അതായത് നമ്മൾ ഹൈദരാബാദ് പേളൊക്കെ വാങ്ങില്ലേ, ഒറിജിനലായിട്ടുള്ള പേളാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എപ്പോൾ കയ്യിലെടുത്താലും നല്ല തണുപ്പായിരിക്കും ആ ഒരു പേളിന് വരിക, എപ്പോൾ എടുത്താലും കേട്ടോ. അപ്പം അതല്ല എന്നുണ്ടെങ്കിൽ അത് ഫേക്ക് ആയിരിക്കും എന്നാണ് പറഞ്ഞ് കേട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ആ പേള് മാത്രമേ എനിക്കറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ വാങ്ങുവാണെങ്കിലും പേളിൻ്റെ കാര്യം മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ബാക്കിയുള്ളതൊന്നും ഞാൻ ഇവിടെ നിന്ന് വാങ്ങാറില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ മാത്രം ഹൈ പ്രൈസ് കൊടുത്തിട്ട് വാങ്ങാൻ നിൽക്കുക, അല്ലെങ്കിൽ അത് വിട്ടേക്കുക. ഈ ഒരു കോട്ടൺ ഫാബിൻ്റെ ഏകദേശം ഒരു ലാസ്റ്റായിട്ട് വരുന്ന കുറച്ച് ഷോപ്പിൽ ഒരെണ്ണമായിരുന്നു ഈ ഒരു ഷോപ്പ് കേട്ടോ. അവിടെ എല്ലാം തന്നെ പാർട്ടി വെയർ ചുരിദാർ സെറ്റായിരുന്നു. അതും നല്ല നല്ല കളേഴ്സും കളർ കോമ്പിനേഷനും ഒക്കെ ആയിരുന്നു. ബ്രൈഡൽ വെയർ ഒക്കെ എന്ന് പറയാവുന്ന പോലെ. അവിടെ പക്ഷേ ആളുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ റേറ്റ് ഒന്നും ചോദിക്കാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്ഥിരം വരുന്ന കുറേ രാജസ്ഥാനി കടകളും പിന്നെ കുത്താമ്പള്ളിയും അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ട് നമ്മൾ മുടക്കാൻ പാടില്ലാത്തൊരു കാര്യവും കൂടി ചെയ്തു. ഇതാണ് അവിടുത്തെ ചാട്ട് എന്ന് പറയുന്നത് പുറത്തുനിന്ന് കഴിക്കാനുള്ള പേടിയുള്ളത് കൊണ്ട് അങ്ങനെ കഴിക്കാറില്ല. പക്ഷേ ഇവിടെ ആകുമ്പോഴേക്കും കുറച്ചും കൂടി ഒരു തീ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്നാണ് കഴിക്കാറ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.